കലോത്സവങ്ങൾ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അമിത പ്രതീക്ഷയിൽ ഉരുകുന്നുണ്ടോ? വ്യത്യസ്ത കഴിവുകളുള്ള ഓരോ കുഞ്ഞുങ്ങളെയും വാർത്തെടുക്കുവാൻ സഹായകമാകേണ്ട കലോത്സവങ്ങൾ ഇന്ന് പിരിമുറുക്കങ്ങളുടെയും വഴക്കിന്റെയും വേദികളാകുന്നത് എന്തുകൊണ്ട്? എന്തിനും ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം എന്ന പിടിവാശിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവർ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിജയിക്കുമോ? നമുക്ക് നോക്കാം. സെന്റ് മേരീസ് ALP സ്കൂൾ പല്ലിശ്ശേരി അവതരിപ്പിക്കുന്ന ലഘു നാടകം അമിത പ്രതീക്ഷയും കലോത്സവങ്ങളും. ഇവള് ഇതുവരെയായി എണീറ്റില്ലേ? എത്ര സമയായേ? എണീക്കടി ഒന്ന്. വീരാണ്. ഇന്നലെ രാത്രി 1 മണി വരെ അതിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചിട്ട് അതിന് പിന്നെ ഇത്ര നേരത്തെ എണീക്കാൻ പറ്റോ? അവള് കുറച്ചു നേരം കൂടി കിടക്കട്ടെ. നീ ഒന്ന് പോയേ. നിങ്ങളൊന്ന് മിണ്ടാട് നിന്ന മനുഷ്യ. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു ശബ്ദം കേട്ടാ? ആ മുകളിലത്തെ ഫ്ലാറ്റിലില്ലേ, അവിടെ ശ്രീകുട്ടൻ ലളിതഗാനം പ്രാക്ടീസ് ചെയ്യാ. അങ്ങനെ വേണം പിള്ളേര്. അത് പിന്നെ നിന്നെ പോലെ അവിടെ ഉണ്ടല്ലോ. ശ്രീകുട്ടന്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ, പരിപാടിയുടെ ദിവസം ആകുമ്പോഴേക്കും അവന്റെ അമ്മയ്ക്ക് മുഴു ഭ്രാന്താവും. ഇനി ഫസ്റ്റ് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ശ്രീകുട്ടൻ 1 വർഷത്തേക്കുള്ള തൊഴിലേക്കേടാവും. എന്റെ ദൈവമേ, അങ്ങനെ പറഞ്ഞ അപ്പൊ പിന്നെ അവൻ ഫസ്റ്റ് മേടിക്കും, ഉറപ്പാ. നിങ്ങളൊന്ന് പോയേ. കാലത്ത് തന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷനാക്കാൻ വന്നിരിക്കുക. അവള് ഇതുവരെ എണീറ്റില്ലേ? ഇടി മരിയേ, ഒന്ന് എണീറ്റേ. കുതിരവട്ടത്ത് വെളുക്കും കൂടി ഒരു റൂം ബുക്ക് ചെയ്ത് വെക്കുക. കലോത്സവം കഴിഞ്ഞാൽ ചിലപ്പോൾ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇതേപോലെ കുറഞ്ഞുണ്ടാവുമല്ലോ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, കോട്ടപ്പുറത്തെന്റെ പിന്നീതൊരടീത്. പാടുന്നു. ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് പാടാം. പോരെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ ഫസ്റ്റ് ഇങ്ങോട്ട് പോരൂ. എന്റെ അമ്മേ, ഇങ്ങനെ പോയാ എന്റെ തൊണ്ട പൊട്ടും. അപ്പൊ ഞാൻ ലാസ്റ്റിനാവും ഫസ്റ്റ്. തുടങ്ങി അവള്. ആദ്യം ഫസ്റ്റ് കിട്ടണമെന്ന ആഗ്രഹം വേണം. ഫസ്റ്റ് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മത്സരത്തിന് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടണം. ഫസ്റ്റിന് അല്ലാണ്ട് പിന്നെ നമ്മൾ എന്തിനാ മത്സരിക്കാൻ പോണേ? അതിന് നിനക്ക് ആ വല്ല വിചാരമുണ്ടോ? കുറെ തിന്നണം, കുറെ കളിക്കണം, അത്ര തന്നെ. ദാ അച്ഛൻ വിളിക്കണം. നിന്റെ അച്ഛൻ ഗൾഫിൽ പൊരിവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതേ നിനക്ക് വേണ്ടിയാ. നിന്നിൽ മാത്രം നിന്റെ അച്ഛന്റെ പ്രതീക്ഷ മുഴുവൻ. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ നിനക്ക് ഫസ്റ്റ് കിട്ടണമെന്ന്. അതും ഇതുമൊക്കെ പറഞ്ഞ് വെറുതെ ആ പാവത്തിന് വിഷമിപ്പിക്കരുതിട്ടാ. ഹലോ, ആ ചേട്ടാ പറയ്. മോളുടെ പാട്ട് ഓക്കേ ആയോ? ചേട്ടനൊന്ന് ടെൻഷൻ അടിക്കാതെ സമാധാനായിട്ടിരിക്കേ. പാട്ടിലൊക്കെ അവള് ഓക്കെയാണ്. അവള് നമ്മുടെ സ്വപ്നം നടത്തി തരും. അവള് തന്നെയാ ഫസ്റ്റ്. ചേട്ടനൊന്ന് സമാധാനായിട്ടിരിക്കേ. ഞാൻ മോൾക്ക് കൊടുക്കാം.
ഹലോ അച്ഛാ. ആ മോളെ, എല്ലാം സെറ്റല്ലേ? പരിപാടിയുടെ പിറ്റേ ദിവസം ഇവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അച്ഛൻ. മോളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു വലിയ ഫ്ലെക്സും അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അച്ഛൻ. അച്ഛന്റെ മാനം കളയരുതിട്ടോ. ശരി അച്ഛാ. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കണേ. ഒട്ടും സമയം കളയണ്ട, വേഗം വേഗം പ്രാക്ടീസ് ചെയ്യേ. ഇന്ന് നിർത്താണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നാട് വിടേണ്ടി വരും. എന്റെ ദൈവമേ, എന്റെ കൂടെ മത്സരിക്കുന്നവർ തോറ്റു പോണേ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. എടി പാർവതി, എന്താ അമ്മേ? മോള് ഇതുവരെ വന്നില്ലേടി? അമ്മേ, അവളിപ്പോ വരാറായി. ദേ എത്തിയല്ലോ. അമ്മേ, മുത്തശ്ശി. മുത്തശ്ശിയുടെ പൊന്നു മോള് ഇന്ന് കുറച്ച് നേരം വൈകിയല്ലോ. അതെന്താണോ, നാളെ കലോത്സവമല്ലേ. അപ്പൊ ഇന്ന് കുറെ പ്രാവശ്യം എല്ലാവർക്കും റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അമ്മേ, ടീച്ചർ പറഞ്ഞു എല്ലാവരും ഫസ്റ്റ് മേടിച്ചു വരണമെന്ന്. എനിക്ക് ഫസ്റ്റ് കിട്ടും, ഉറപ്പാ. എന്റെ മോളെ, ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും കിട്ടുന്നതിനല്ല നമ്മുടെ യഥാർത്ഥ വിചാരിക്കുന്നത്. അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടേ നമ്മൾ മത്സരിക്കാനിരുന്നാലേ നമ്മൾ ടെൻഷനാവും. ഫ്രീ ആയി മത്സരിക്കാൻ പറ്റില്ല. അതെ മോളെ, ഓരോ വേദികളും മക്കൾ ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നേറാനുള്ള അവസരങ്ങളായി മാത്രമേ കാണാവൂ. 100% ആത്മാർത്ഥതയോടെ അധ്വാനിക്കുക. പിന്നെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട. അത് ദൈവത്തിന്റെ കയ്യിലാണ്. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ലാന്നേ. ആ വേദിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞല്ലോ, അപ്പൊ തന്നെ എല്ലാവരും വിജയികളാണ്. അച്ഛാ, എന്റെ ഫ്രണ്ട് സിനി പറയാ അവൾക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലേ പിന്നെ ഒരു പരിപാടിയിലും ഇനി അവളെ പങ്കെടുപ്പിക്കില്ലെന്ന് അവളുടെ അമ്മ പറഞ്ഞൂന്ന്. അതേപോലെ ബോധമില്ലാത്ത കുറെ അമ്മമാരും നമ്മുടെ മോളെ കുട്ടികളെ ഏതോ പ്രതീക്ഷ വച്ചു പുലർത്തി അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അമ്മമാരും കുറെ എണ്ണം. ഫസ്റ്റ് എന്നത് തലയെ അടിച്ചേൽപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ എങ്ങനെയും തോൽപ്പിക്കണം എന്ന ചിന്തയും അവർ ഉടലെടുക്കും. എവിടെയും ഒന്നോടെ അവർ ജീവിതത്തിൽ എന്തോ ചെയ്യുന്നതായി മാറും. മാത്രമല്ല, ഒരു ചെറിയ തോൽവി പോലും അവർക്ക് സഹിക്കില്ല. അതെ മോളെ, ഒപ്പം മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയണം. അവരാണ് യഥാർത്ഥ വിജയികൾ. അവർ ജീവിതത്തിൽ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ ഏത് തോൽവിയിലും വിജയം കണ്ടെത്താനും വിജയത്തിലേക്ക് പറഞ്ഞു വരാനും അവർക്കേ സാധിക്കൂ. അതെ, നാളെ കലോത്സവത്തിന് കാണാം. ഇപ്പൊ പ്രസവിക്കുന്നതിൽ ടെൻഷൻ അടിച്ച് വരുന്ന കുറെ അമ്മമാർ അവരുടെ അച്ഛനും അമ്മയും വായി ഒലിച്ചു കിടന്നാൽ പോലും ഇത്ര വെപ്രാളം കാണില്ല. എന്റെ മോള് ഒരു ടെൻഷൻ അടിക്കാതെ മത്സരിക്കണം. ഓരോ വേദികൾ ജീവിതത്തിലേക്ക് പല അനുഭവങ്ങളും തരും. അതിൽ തോൽവികളുണ്ടാകാം, വിജയമുണ്ടാകാം, ഒറ്റപ്പെടുത്തലുണ്ടാകാം, അവഹേളനങ്ങളുണ്ടാകാം, അങ്ങനെ ഒരുപാട്. അതിലൂടെ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ വിധം എന്റെ മോള് വളർന്നു വരണം. ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നേറണം. ശരി അച്ഛാ, ഞാൻ നാളെ ഹാപ്പിയായി മത്സരിച്ചു വരും. എനിക്ക് ഒരു ടെൻഷനും ഇല്ല.
എന്റെ വീട്ടിലുള്ളവരെ പോലെ എല്ലാ മാതാപിതാക്കളുമായിരുന്നെങ്കിൽ എത്ര നന്നായേനേലേ. മാസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് കലോത്സവ ദിവസം എത്തിച്ചേർന്നു. അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ഇനി കലോത്സവ വേദിയിലേക്ക്. 94, 91, 66, 66 ഇവരും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കീർത്തി, അടുത്തത് മോളുടെ ചെസ് നമ്പർ ആണ്. ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് അടിക്കണം കേട്ടാ. അത് പിന്നെ ഉറപ്പല്ലേ ടീച്ചറെ. അവളുടെ അച്ഛനെ നാളെ ഓഫീസിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടുന്ന അത്ര ഉറപ്പ് അച്ഛന്. നമ്മുടെ പ്രതീക്ഷയൊന്നും അവള് കെടുത്തില്ല. നെക്സ്റ്റ് cheers number 202 on the stage. കിട്ടണം. അച്ഛന്റെ മാനം കളയരുതിട്ടോ. ഫസ്റ്റ് അടിക്കണം. മോളുടെ ഫോട്ടോയൊക്കെ വെച്ച് വലിയ കൊടുത്തിട്ടുണ്ട് അച്ഛൻ. അയ്യോ, എല്ലാം കളഞ്ഞു. നെക്സ്റ്റ് cheers number 203 on the stage. എന്ത് പണിയാടി നീ കാണിച്ചത്? എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു നിന്റെ മേല്? എല്ലാം കളഞ്ഞു. അത് അമ്മേ, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആയതാ. അവളുടെ ഒരു ടെൻഷൻ. മിണ്ടാണ്ട് നടന്നു നീ. നെക്സ്റ്റ് cheers number 204 on the stage. മോളെ, റിസൾട്ടിനെ പറ്റി ആലോചിക്കേണ്ട. ഹാപ്പിയായി സമാധാനമായി പെർഫോം ചെയ്തിട്ട് വാ. ഓക്കെ അച്ഛാ. അച്ഛാ, അമ്മേ, ലവ് യു. നമസ്കാരം. നാം എല്ലാവരും നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ ചേട്ടാ, ആ കുട്ടീനെ നോക്കിയേ, എന്തൊരു നന്നായിട്ടാ ചെയ്യണേ. ഒരു ടെൻഷനും ഇല്ല, പേടിയും ഇല്ല. നന്നായി ചെയ്യണ്ട്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ആകെ ഒരു വെപ്രാളം. എന്നാലും ഈ കുട്ടിക്ക് എന്താ ഒരു ടെൻഷനും ഇല്ലാത്ത? ടെൻഷൻ അടിപ്പിക്കാൻ നിന്നെ പോലെ ഒരെണ്ണ കുട്ടിയുടെ വീട്ടിലുണ്ടാവില്ല, അത്ര തന്നെ. ഒന്ന് പോയ മനുഷ്യ. എന്റെ സംശയം, ഈ സ്പോർട്സിനൊക്കെ കുട്ടികൾക്ക് ഒരു പൊടി കൊടുക്കും. ആ പൊടി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഫസ്റ്റ് എത്തും. അങ്ങനെ ചിലവരൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വല്ല പൊടി എങ്ങാനും ഈ കുട്ടി കഴിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല കുട്ടികൾക്ക്. എന്തായാലും നിങ്ങൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് നമുക്ക് ഒരു കംപ്ലൈൻ്റാ കൊടുക്കാം. ഇത് പിടിക്കേണ്ട കാര്യം തന്നെയാ. നമുക്ക് അതൊന്ന് ജഡ്ജസിനോട് പറയണം. ഇത് കലോത്സവ വേദിയായി പോയി. ചുറ്റും ആളുകൾ നിൽക്കുക. എന്റെ വായേന്ന് പുളിച്ചതൊരു നീ കേൾക്കണ്ട. ഇത് പോയിരുന്നു. മത്സരിക്കുമ്പോൾ ഒന്നാം സ്ഥാനങ്ങൾ ആലോചിക്കാതെ മത്സരിക്കണം. അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ മാനസിക സമ്മർദ്ദവുമില്ലാതെ അവരുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ സാധിക്കുന്നത് എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ലൊരു നാളെ എല്ലാ മക്കൾക്കും ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. Next cheers number 204 on the stage. മോളെ, അത് സൂപ്പർ ആയിട്ടാ. എന്റെ പൊന്നുമോള് കലക്കി. മോളെ ഒന്ന് നിന്നേ. മോൾക്ക് എങ്ങനെയാ ഇത്ര നന്നായി പറയാൻ കഴിഞ്ഞേ? ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലാ കുട്ടികളെയും കാണുമ്പോ നല്ല ടെൻഷനും പേടിയുണ്ട്. മോൾക്ക് മാത്രം ഒരു ടെൻഷനും ഇല്ല, പേടിയും ഇല്ല. ഇതെങ്ങനെ പറ്റി മോളെ? അതിനു കാരണം എന്റെ അച്ഛനും അമ്മയുമാ. അവർ പറഞ്ഞിട്ടുണ്ട് റിസൾട്ടിനെ പറ്റി ചിന്തിക്കേ വേണ്ടെന്ന്. എന്ത് കിട്ടിയാലും ഈ വേദിയിൽ എത്തിയപ്പോഴേ ഞാൻ വിജയിച്ചുവെന്ന്. പിന്നെ
എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കുന്നേ? ഒന്നാം സ്ഥാനങ്ങൾ മാത്രം പ്രതീക്ഷിക്കുമ്പോൾ അല്ലേ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ശരി ആന്റി, ബൈ. എന്നാ ശരി മോളെ. മരിയേ, നീയേ അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടാ. ആ കുട്ടി പലതും പറയും. നമ്മളെ കൊറേ കഷ്ടപ്പെട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കിട്ടിയേ പറ്റൂ. നമ്മള് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡാൻസില് ആലിഞ്ഞ് അങ്ങോട്ട് ചേരണം. കൈയെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് കാലെത്തണല്ലേ? കാലെന്നാ? കാലല്ലടി നിന്റെ തല. എടി, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണമെന്ന്. മനസ്സാ? അത് എങ്ങനെ? Next, cheers number 206 on the stage. മോളെ ഓർമ്മയുണ്ടല്ലേ? ചെല്ല് 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 ചെല്ല്. അയ്യോ, എന്റെ മോള് വീണ. എടി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മര്യാദക്ക് കളിക്കണമെന്ന്. നീ എല്ലാം കളഞ്ഞില്ലേ? എന്റെ പ്രതീക്ഷ ഒക്കെ പോയി. അയ്യോ, പോയേ പോയേ, എല്ലാം പോയേ. അത് സാരില്ലടി, മോള് പോയോ? എന്ത് സാരില്ലാന്ന്? പോയി, എല്ലാം പോയി. ഈ തല കറങ്ങി വീണതൊക്കെ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റും. ഞാനേ നാളെ നല്ലൊരു സ്റ്റാറ്റസ് കളിക്കണത് ഇടാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പൊ അതും പറ്റില്ല. എല്ലാം കഴിഞ്ഞു. ഹലോ, മിസ്റ്റർ അനൂപ് അല്ലേ? അതെ, ആരാ? ഞാൻ കുതിരവട്ടത്തുനിന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്താ മിസ്റ്റർ 11 മണിക്ക് റൂമും ഡോക്ടറെയും ബുക്ക് ചെയ്തിട്ട് ആളെ പറ്റിക്കുന്നോ? അയ്യോ അല്ല മാഡം, പരിപാടി തുടങ്ങാൻ 2 മണിക്കൂർ വൈകി. അതാ ഇപ്പൊ വരാം. പോയി, എല്ലാം പോയി. പോയേ, എല്ലാം പോയേ. പേഷ്യൻ്റ് റെഡി അല്ലേ? പേഷ്യന്റ് ഡബിൾ ഓക്കെയാ, റെഡിയാണ്. ഇതായിരുന്നു. അതെ, കുട്ടികളിൽ അമിത പ്രതീക്ഷ വയ്ക്കുമ്പോൾ അവർ ജീവിതത്തിൽ തോറ്റുപോവുകയാണെന്ന സത്യം മനസ്സിലാക്കുക. എല്ലാവരുടെയും അമിത പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ വളരെയധികം മാനസിക സംഘർഷങ്ങളിൽ അകപ്പെടുന്നു. ഉന്നത സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ, തോറ്റുപോവുമോ എന്ന ആകുലതകളില്ലാതെ, മാനസിക പിരിമുറുക്കങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾ ആഘോഷിക്കുന്ന കലോത്സവങ്ങൾ നാളെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട ബാല്യങ്ങൾ നമ്മുടെ അമിത പ്രതീക്ഷയിൽ കൊടിയാതിരിക്കട്ടെ. എല്ലാവരെയും ചേർത്തി നിർത്തിക്കൊണ്ട് നന്മയോടെയും ഏറ്റവും ആത്മാർത്ഥതയോടെയും മറ്റുള്ളവരുടെ വിജയത്തിലും സന്തോഷിക്കുവാനുമുള്ള ഒരു മനസ്സും എല്ലാ മക്കൾക്കും നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ. നന്ദി. ഈ നാടകാവിഷ്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ: തിരക്കഥ സംഭാഷണം സിൻഡി പ്രസാദ്, എഡിറ്റിംഗ് റിയ വി ജോർജ്, അഭിനയിച്ചവർ തീർത്ഥ ഷാജു, അഞ്ജന ടി എം, ദേവനന്ദ കെ പി, അശ്വിനി പി ആർ, ആൻസിയ കെ ആർ, വൈഗ ടി പി, ടീച്ചർ ജിസി ഡെന്നി, ടീച്ചർ സ്മിജ രാംദാസ്, ടീച്ചർ സുസ്മിത ബിനേഷ്, ബേബി ജോസ്, റിയ വി ജോർജ്, റീജ ജിജോ, സിൻഡി പ്രസാദ്, ഐശ്വര്യ സുരേഷ്, രാഗി പൊൻചു. ശബ്ദം നൽകിയവർ: തീർത്ഥ ഷാജു, അഞ്ജന ടി എം, ദേവനന്ദ കെ പി, ശ്രീ പോളി ചീനാഥ്, ശ്രീ ലാലു ലോറൻസ്, ശ്രീ പ്രസാദ് ജോസഫ്, ടീച്ചർ ജിസി ഡെന്നി, റിയ വി ജോർജ്, റീജ ജിജോ, സിൻഡി പ്രസാദ്, സ്മൃതി ശങ്കർ.